തൃശൂർ ചേലക്കരയിൽ വീണ്ടും കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തോന്നൂർക്കര, പടിഞ്ഞാർമുറി, മാട്ടിങ്ങൽ പ്രദേശത്തെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സംഭവം. 150ഓളം വാഴകളും കൗങ്ങിൻ തൈകളും റോഡരികിലെ പനയും കാട്ടാന നശിപ്പിച്ചു. അസുരംകുണ്ട് ഡാം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തോന്നൂർക്കര, പടിഞ്ഞാട്ടുമുറി. മേഖലയിലെ 2 പേരുടെ കൃഷിസ്ഥലങ്ങളിലാണ് കാട്ടാന നാശം വിധിച്ചത്. കോട്ടയിൽ കേശവന്റെ കൃഷിസ്ഥലത്തെ 7 മാസം പ്രായമായ 100 വാഴകൾ ആന നശിപ്പിച്ചു. തോന്നൂർക്കര മാട്ടിങ്ങൽ പ്രദേശത്ത് പുലർച്ചെ 3 മണിക്ക് ശേഷം ആനകൾ 2 ആനയുണ്ടായിരുന്നു. ആനകൾ ഇറങ്ങി ഏകദേശം 100 വാഴയുടെ അടുത്ത് നശിപ്പിച്ചിരുന്നു. തോട്ടേക്കോട് ഭാഗം അവിടെ ആന ഇറങ്ങിയല്ലോ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. 2 മാസം മുമ്പ് തോട്ടേക്കോട് ഭാഗത്ത് ഇറങ്ങിയിരുന്നു. ഈ പടിഞ്ഞാറ്റുമുറി, ഈ മാട്ടിങ്ങൽ ഭാഗത്ത് ഈ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. കൂടാതെ കുണ്ടുകുളം ബാബു തോമസിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ വാഴകളും കൗങ്ങിൻ തൈകളും കമ്പിവേലിയും കാട്ടാന തകർത്തു. പുലർച്ചെ 3 മണിയോട് കൂടിയിട്ട് ഇവിടെ വാഴയ്ക്കൊക്കെ കാവല് കിടക്കുന്ന കർഷകരാണ് ആദ്യം ഈ ശബ്ദം കേട്ടത്. അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ ആനനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെയുള്ള ഒരുപാട് വാഴകൾ, കവുങ്ങ്, മറ്റ് കാർഷിക വസ്തുക്കളെല്ലാം ആന നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വളപ്പിൽ തന്നെ ഒരു 10, 50, 60ഓളം വാഴകൾ, പിന്നെ അപ്പുറത്തെ വളപ്പിൽ ഒരു 10, 100 വാഴകൾ, കവുങ്ങ്, അങ്ങനെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ആന രാത്രി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ജനവാസ കേന്ദ്രമാണ്. ഇവിടെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇതുപോലെ ആന കൂടി ഇറങ്ങുകയാണെങ്കിൽ ജനങ്ങളതിനെ അത് ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇതിനു പുറമെ വഴിയരികിൽ നിന്നിരുന്ന ഒരു പനയും കാട്ടാന നശിപ്പിച്ചു. 2 മാസം മുൻപാണ് മേഖലയിലെ തൊട്ടേക്കോട് പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.